ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഗംഭീര ടാസ്ക്കാണ്. ഗംഭീര ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് വേണ്ട ഒരു ടാസ്ക്കാണ്. എല്ലാ ടീമുകളും നന്നായിട്ട് മത്സരിച്ചു. നല്ല രീതിയിൽ അവർക്ക് പറ്റുന്ന മാക്സിമം എഫേർട്ട് ഇട്ട് അവർ പാത്രങ്ങളൊക്കെ തേച്ചൊരച്ച് കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണ് ലൈവിൽ കണ്ടത്. പക്ഷേ ജയിച്ചത് ഡെൻ ടീമാണ്. ഡെൻ എന്ന് പറയുമ്പോൾ ജിൻഡോ, നന്ദന, റസ്മിൻ ഈ ടീമാണ് ജയിച്ചത്. 16 പാത്രങ്ങളാണ് ഇവർ കറക്റ്റായിട്ട് ക്ലീനായിട്ട് വാഷ് ചെയ്തത്. രണ്ടാമതെത്തിയിരിക്കുന്നത് നെസ്റ്റും ടണലുമാണ്. 13 വീതം, അതായത് 13 വീതം പാത്രങ്ങൾ ഇവർ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തു. അവസാനം എത്തിയത് പീപ്പിൾ ടീമാണ്, അതായത് ശ്രീതു, അൻസിബ, അതുപോലെ തന്നെ നമ്മുടെ നോറ. കാരണം ഏറ്റവും വീക്കായിട്ടുള്ള ടീമാണ്, അതുകൊണ്ട് അവർ മിക്കവാറും ഈ ടാസ്കുകളെല്ലാം ലാസ്റ്റേ വരത്തുള്ളൂ. അപ്പോൾ അവരാണ് ലാസ്റ്റ് എത്തിയത്. അവർക്ക് 9 എണ്ണമേ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. നെക്സ്റ്റ് ടീമിലെന്ന് പറയുമ്പോൾ അഭിഷേക്, ജാസ്മിൻ, അർജുൻ എന്നിവരാണ് മത്സരിച്ചത്. ഋഷി മത്സരിച്ചില്ല, കാരണം എണ്ണം കൂടുതലായതുകൊണ്ട് മാറിയിരുന്നു. ടണൽ ടീമിൽ മത്സരിച്ചത് സിജോ, അപ്സര, സായി എന്നിവരാണ്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഫിറ്റ്നസ് നോക്കിക്കഴിഞ്ഞാൽ, ഫിറ്റ്നസ് നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ടണൽ ടീമിലും അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ടീമിലും ഉള്ളത്. പക്ഷേ ഡെൻ ടീം അങ്ങനെ നോക്കുമ്പോൾ വളരെ വീക്കാണ്. എന്നിട്ടും അവർ വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ വളരെ സ്ട്രോങ് എന്ന് പറയാവുന്നത് ജിൻഡോ മാത്രമേ ഉള്ളൂ. ബട്ട് എന്നിട്ടും അവർക്ക് ടാസ്കിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. മാത്രമല്ല, രണ്ടാമത് വന്ന ടീമിനേക്കാൾ 3 പാത്രങ്ങൾ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റി. എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. ഗംഭീര ജഡ്ജ്മെൻ്റ് ആയിരുന്നു. മണിക്കൂറുകൾ എടുത്തു ഈ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം. ജഡ്ജസ് ആയിട്ട് വന്നത് ഒന്നെന്ന് പറയുന്നത് ജിൻഡോ ഡെൻ ടീമിൽ നിന്ന് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഋഷി ജഡ്ജായിട്ട് നെക്സ്റ്റ് ടീമിൽ നിന്ന് വന്നു. ടണൽ ടീമിൽ നിന്ന് സിജോ വന്നു. പീപ്പിൾ ടീമിൽ നിന്ന് ശ്രീതു വന്നു. അങ്ങനെ 4 പേര് ജഡ്ജായിട്ട് വന്നു. അവരുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഭൂതക്കണ്ണാടിയൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണ്. ഗംഭീര ജഡ്ജ്മെൻറ്റ്. അവിടെയാണ് നമ്മുടെ ജിൻഡപ്പൻ ആൻഡ് ടീം ജയിച്ചിരിക്കുന്നത്. സൂപ്പറായിട്ട് കളിച്ച് സൂപ്പറായിട്ട് ജയിച്ചു.